5 വഖ്ത് നമസ്കാരം. ഈ 5 വഖ്ത് നമസ്കാരത്തിൽ ഏറ്റവും പുണ്യമുള്ള നിസ്കാരം ഏതാണ്? അത് സ്വലാത്തുൽ വുസ്തായാണ് എന്നാണ് നമുക്ക് ഹദീസുകളിൽ കാണുന്നത്. ഈ സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് സുബഹി നമസ്കാരമാണെന്നും ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതല്ല, അത് അസർ നിസ്കാരമാണെന്ന് മറ്റൊരു ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും അസർ നിസ്കാരവും സ്വലാത്തുൽ വുസ്തയാണെന്ന് ഭൂരിഭാഗം അഭിപ്രായമുണ്ട്. അസർ നമസ്കാരം പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു നിസ്കാരമാണ് അസർ നമസ്കാരം. ഇന്നലത്തെ അസർ നിസ്കാരം എത്ര പേരെ നിസ്കരിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് നമുക്ക് ധൈര്യസമയത്ത് ഞാൻ നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റും? അസർ നിസ്കാരം നമ്മൾ പലപ്പോഴും കുറച്ചും കൂടെ സമയമുണ്ടല്ലോ, കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് അവസാനം മഗ്രിബ് വാങ്ക് വിളിച്ചാലും അസർ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. പലപ്പോഴും ഭൂരിഭാഗം ആളുകൾക്കും ഖളാ ആയി പോകുന്ന ഒരു നിസ്കാരമാണ് അസർ നിസ്കാരം. അതുകൊണ്ട് അസർ നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കണം. അത് പ്രത്യേകം നമ്മൾ കരുതുക. ഒരു മനുഷ്യൻ അസർ നിസ്കാരം ഖളാ ആക്കിയാൽ അവന്റെ റിസ്ക്, അവന്റെ ഉപജീവനം തടയപ്പെടും. ഇനിയിപ്പോ ഭാര്യയാണ് നിസ്കരിക്കാതിരിക്കുന്നതെങ്കിൽ ഭർത്താവിന്റെ കച്ചവടത്തിൽ അത് ബാധിക്കും. ഇനിയിപ്പോ ഭർത്താവാണ് നിസ്കരിക്കാതിരിക്കുന്നതെങ്കിൽ അത് കുടുംബജീവിതത്തെ ബാധിക്കുമെന്നെല്ലാം മഹത്തുക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ 5 വഖ്ത് നമസ്കാരവും ഖളാ ആക്കാതെ നമ്മൾ പ്രത്യേകം നിസ്കരിക്കുക. ഇനി അഥവാ എന്തെങ്കിലും ഒരു അബദ്ധവശാൽ ഖളാ ആയി പോയാൽ തന്നെ അത് ഖളാ വീട്ടിൽ വേഗം തന്നെ നിസ്കരിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്.